ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖം തന്നെയാണല്ലേ? നമ്മൾ ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ പഠിച്ചത്? ആ, ആ, ഇ, ഈ. അക്ഷരങ്ങൾ വീണ്ടും നമുക്ക് തിട്ടമാക്കാം. ആ, ആ, ഈ, ഈ. ആ, ആ, ഇ, ഈ. ആ, ആ, ഇ, ഈ. സ്വരാക്ഷരങ്ങളിൽ അഞ്ചാമത്തെ അക്ഷരമായ ഉ എന്ന അക്ഷരമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഉ എന്ന അക്ഷരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉ ഒന്ന് പറഞ്ഞേ എല്ലാവരും. ഉ. ഇനി നമുക്ക് ഉ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലാക്കാം. എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കേ. ഒരു ചെറിയ റാ വരച്ചു. അതേ കൂട്ടി വീണ്ടും ഒരു വലിയ റാ വരച്ചു. വളച്ച് വീണ്ടും താഴേക്ക് വളയ്ക്കണം. ഓ. ഒരു ചെറിയ റാ വരച്ചു. അതേ കൂട്ടി വീണ്ടും ഒരു വലിയ റാ വരച്ചു. ഇങ്ങനെ വളച്ച് താഴേക്ക് വീണ്ടും വളയ്ക്കണം. ഓ. ഇതേതക്ഷരമാ? ഓ. ഒരു ചെറിയ റാ വരച്ചു. അതേ കൂട്ടി വീണ്ടും ഒരു വലിയ റാ വരച്ചു. വളച്ച് വീണ്ടും താഴേക്ക് വളയ്ക്കണം. ഓ. ഒരു ചെറിയ റാ വരച്ചു. അതേ കൂട്ടി വീണ്ടും ഒരു വലിയ റാ വരച്ചു. ഇങ്ങനെ വളച്ച് താഴേക്ക് വീണ്ടും വളയ്ക്കണം. ഓ. ഇതേതക്ഷരമാ? ഓ. ഇനിയും 2 ലൈനിൽ എങ്ങനെയാണ് ഓ എഴുതുന്നത് നമുക്ക് നോക്കാം. ഒരു ചെറിയ റാ വരച്ചു. അതേ കൂട്ടി ഒരു വലിയ റാ വരച്ചു. ഇങ്ങനെ വളച്ച് താഴേക്ക് വീണ്ടും വളയ്ക്കണം. ഓ. ഒരു ചെറിയ റാ വരച്ചു. അതേ കൂട്ടി വീണ്ടും ഒരു വലിയ റാ വരച്ചു. വളച്ച് താഴേക്ക് വീണ്ടും വളയ്ക്കണം. ഓ. ഒരു ചെറിയ റാ വരച്ചു. അതേ കൂട്ടി വലിയ റാ വരച്ചു. ഇങ്ങനെ വളച്ച് താഴേക്ക് വീണ്ടും വളയ്ക്കണം. ഓ. ഒരു ചെറിയ റാ വരച്ചു. അതേ കൂട്ടി വീണ്ടും ഒരു വലിയ റാ വരച്ചു. വളച്ച് ഇങ്ങനെ താഴേക്ക് വീണ്ടും വളയ്ക്കണം. ഓ. മനസ്സിലായോ മക്കളെ? കുട്ടികളെ, എല്ലാവർക്കും ഉ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് മനസ്സിലായോ? എങ്കിൽ നമുക്ക് സ്വരാക്ഷരങ്ങളുടെ റൈം ഒന്ന് പാടി നോക്കിയാലോ? എല്ലാവർക്കും അറിയില്ലേ സ്വരാക്ഷരങ്ങളുടെ റൈം? സ്വരാക്ഷരങ്ങൾ 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 ഏതെല്ലാം? അ ആ ഇ ഈ ഉ ഊ ഇറു എ ഏ ഐ ഒ ഓ ഔ അം ആ. പാടിയോ? സ്വരാക്ഷരങ്ങളുടെ റൈം എന്തിനു വേണ്ടിയാ പാടുന്നതെന്നാ ടീച്ചർ പറഞ്ഞു തന്നേക്കുന്നത്. നമ്മൾ ഈ റൈം പാടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അടുത്ത അക്ഷരം ഏതാണെന്നുള്ളത് നമ്മുടെ ഓർമ്മയിലേക്ക് വരും, അല്ലേ? ഉ എന്ന അക്ഷരം കൂട്ടിയുള്ള ചിത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉ ഉറുമ്പ്. ഉറുമ്പിനെ എല്ലാവരും കണ്ടിട്ടില്ലേ? ഉ ഉരൽ. ധാന്യങ്ങൾ പൊടിക്കാനാണ് ഉരൽ ഉപയോഗിക്കുന്നത്. ഉരലിനുള്ളിൽ എന്താണിരിക്കുന്നതെന്ന് കണ്ടോ? ഉരലിനുള്ളിൽ ഉലക്കയാണുള്ളത്.
ഈ ഉലക്ക ഉപയോഗിച്ചാണ് ധാന്യങ്ങൾ ഉരലിലിട്ട് പൊടിക്കുന്നത്. ഉറി. പണ്ട് കാലത്ത് ഭക്ഷണങ്ങൾ പാത്രങ്ങളിലാക്കി സൂക്ഷിച്ചു വച്ചിരുന്നത് ഉറിയിലാണ്. ഉരുളി. ഭക്ഷണം പാചകം ചെയ്യാനാണ് ഉരുളി ഉപയോഗിക്കുന്നത്. എന്ന അക്ഷരം കൂട്ടി ഏതൊക്കെ വാക്കുകളാണ് നാം പരിചയപ്പെട്ടത്? ഉറുമ്പ്, ഉരൽ, ഉരുളി, ഉറി. ഒന്നുകൂടി മിസ് ടീച്ചറിന്റെ കൂടെ എല്ലാവരും പറഞ്ഞേ. ഉറുമ്പ്, ഉരൽ, ഉരുളി, ഉറി. എല്ലാവരും പറഞ്ഞോ? എങ്കിൽ പിന്നെ ഇനി നമുക്കൊരു റൈം പഠിച്ചാലോ? ഉറുമ്പുകൂട്ടം വരിവരിയായി അരിമണി തേടി വരവായി, ഉരലിൽ നോക്കി ഉരുളിയിൽ നോക്കി ഉറിയും നോക്കി നടപ്പായി. ഒന്നും കൂടി പാടാം. ഉറുമ്പുകൂട്ടം വരിവരിയായി അരിമണി തേടി വരവായി, ഉരലിൽ നോക്കി ഉരുളിയിൽ നോക്കി ഉറിയും നോക്കി നടപ്പായി. എല്ലാവരും ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഉരലുണ്ട്, ഉറിയുണ്ട്, ഉരുളിയുണ്ട്, ഉലക്കയുണ്ട്. പിന്നെ കുറേ പാത്രങ്ങളുണ്ട്, തവികളുണ്ട്, കലമുണ്ട്. അമ്മ എവിടെയാണ് ആഹാരം പാചകം ചെയ്യുന്നത്? അടുക്കളയിൽ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ അമ്മ എവിടെ ഉണ്ടാക്കുന്നത്? അടുക്കളയിലാണല്ലേ? അപ്പോൾ ഈ ചിത്രം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇനി പാഠപുസ്തകത്തിൽ എന്ന അക്ഷരം നമുക്ക് എഴുതി നോക്കിയാലോ? എല്ലാവരും ഇവിടേക്ക് നോക്കിക്കേ. ഒരു ചെറിയ റാ ഇട്ടു, ഇതേ കൂട്ടി ഒരു വലിയ റാ ഇട്ടു, എന്നിട്ട് ഇങ്ങനെ വളച്ച് താഴേക്ക് വീണ്ടും വളയ്ക്കണം. ഒരു തവണ കൂടി നോക്കാം. ഒരു ചെറിയ റായ് വരച്ചു, ഇതേ കൂട്ടി ഒരു വലിയ റാ വരച്ചു, എന്നിട്ടിങ്ങനെ വളച്ച് താഴേക്ക് വീണ്ടും വളയ്ക്കണം. ഏതക്ഷരമാണിത്? അപ്പോൾ എല്ലാവരും പുസ്തകത്തിലെ പോലെ പുസ്തകത്തിൽ കുത്തിൽ കൂടി എല്ലാവരും എഴുതണം. എല്ലാവർക്കും എന്ന അക്ഷരവും ചിത്രങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലേ? ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ സമയമായി. നാളത്തെ ക്ലാസ്സിൽ ടീച്ചർ വീണ്ടും വരാം. ബൈ ചിൽഡ്രൻ. ഹൈ ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഹോപ്പ് ഓൾ ആർ ഫൈൻ. ആർ യു റെഡി ടു സ്റ്റഡി EVS? EVS പഠിക്കാൻ എല്ലാവരും റെഡിയാണോ? ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഗുഡ് മാനേഴ്സ് ആൻഡ് വാല്യൂസ്. നല്ല പെരുമാറ്റവും അവയുടെ മൂല്യങ്ങളുമാണ് നാം ഇന്ന് അറിയാൻ പോകുന്നത്. നല്ല പെരുമാറ്റമുള്ളവർ നല്ല സ്വഭാവമുള്ളവർ. നല്ല പെരുമാറ്റം നമ്മെ നല്ല സ്വഭാവത്തിലേക്ക് നയിക്കും. നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായാലല്ലേ മറ്റുള്ളവർ നാം നല്ലവരാന്ന് പറയത്തുള്ളൂ. ചീത്ത കുട്ടികളാന്ന് പറയാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുവോ? ഇല്ല. അപ്പോൾ നല്ല പെരുമാറ്റങ്ങൾ നമ്മിൽ ഉണ്ടായാൽ മാത്രമേ നമ്മൾ നല്ല കുട്ടികളാന്ന് മറ്റുള്ളവർ പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഗുഡ് മാനേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. റെസ്പെക്ട് എവരിവൺ. എല്ലാവരെയും ബഹുമാനിക്കണം. പ്രത്യേകിച്ച് നമ്മേക്കാൾ മുതിർന്നവരെ. നാം കുട്ടികളല്ലേ? നമ്മേക്കാൾ മുതിർന്ന എത്ര പേരുണ്ടല്ലേ? അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, ടീച്ചർ, പിന്നെ മുത്തശ്ശൻ, മുത്തശ്ശി, ഇവരെല്ലാം നമ്മേക്കാൾ മുതിർന്നവരല്ലേ? അപ്പോൾ മുതിർന്നവരെ എല്ലാവരെയും നാം ബഹുമാനിക്കണം. സ്പീക്ക് പൊളൈറ്റ്ലി. മാന്യമായി സംസാരിക്കുക. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവരോട് മാന്യമായി സംസാരിക്കാനും ഇടപഴകാനും പഠിക്കുക. നമ്മുടെ സംസാരത്തിലൂടെ നാം നല്ല കുട്ടിയാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകണം. അപ്പോൾ മാന്യമായിട്ട് എല്ലാവരും സംസാരിക്കുമല്ലോ. അതാണ് സ്പീക്ക് പൊളൈറ്റ്ലി. റെസ്പെക്ട് അവർ നേഷൻ. രാജ്യത്തോട് ബഹുമാനമുള്ളവരായിരിക്കണം. നമ്മുടെ രാജ്യം ഏതാണെന്നറിയാമോ? ഇന്ത്യ. നമ്മുടെ രാജ്യത്തെയും ദേശീയ പതാകേനെയും നാം ബഹുമാനിക്കണം. ഹെൽപ്പ് അതേഴ്സ് ആൻഡ് ഷെയർ തിങ്സ്. മറ്റുള്ളവരെ സഹായിക്കുകയും നമ്മുടെ കയ്യിലുള്ളവ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യണം.
നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ കയ്യിൽ ഒരു പെൻസിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 2 പെൻസിൽ ഉണ്ടെങ്കിൽ ഒരു പെൻസില് കൂട്ടുകാർക്ക് അല്ലെങ്കിൽ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് കൊടുക്കണം. അങ്ങനെ നല്ല സ്വഭാവമുള്ള കുട്ടികളായിട്ട് വളരണം. Smile at others. മറ്റുള്ളവരെ കാണുമ്പോൾ നാം പുഞ്ചിരിക്കണം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അതിഥികളായിട്ട് ആരെങ്കിലും ഒക്കെ വരാറില്ലേ? വരുമ്പോൾ അവരെ പുഞ്ചിരിയോടുകൂടി സ്വാഗതം ചെയ്യണം. നല്ല പുഞ്ചിരി, നല്ല സ്നേഹവും നന്മയുമുള്ള കുട്ടികളാണ് നാം എന്ന ചിന്ത മറ്റുള്ളവരിൽ ഉണ്ടാക്കും. അപ്പോൾ നല്ല പുഞ്ചിരിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട്, നല്ല കുഞ്ഞുങ്ങളായിട്ട് വേണം നാം വളരാൻ. Wait for your turn. നിങ്ങളുടെ ഊഴത്തിനായി കാത്തു നിൽക്കുക. ബസ്സിൽ കയറുമ്പോൾ നാം ക്യൂ നിന്ന് കയറാനായിട്ട് ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടി ക്യൂ നിൽക്കുന്നത്? നമ്മുടെ ഊഴത്തിനായിട്ടാണ് നാം അപ്പോൾ കാത്തു നിൽക്കുന്നത്. ഓരോരുത്തർ വീതം കയറുമ്പോൾ നമ്മുടെ ഊഴമാകുമല്ലോ. അപ്പോൾ മാത്രമേ നാം കയറാൻ പാടുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം എന്താ? സമയലാഭം ഉണ്ടാകും. പിന്നെ ആരും വീഴത്തില്ല, ആർക്കും പരിക്കുകളും ഏൽക്കത്തില്ല. ബസ്സിൽ കയറുമ്പോൾ മാത്രമല്ല, ചില പൊതുസ്ഥലങ്ങളിൽ നാം ചെല്ലുമ്പോഴും നമ്മുടെ ഊഴത്തിനായിട്ട് നാം കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോഴും ഈ പറഞ്ഞതുപോലെ നാം ചെയ്യാനായിട്ട് കടപ്പെട്ടവരാണ്. Ask permission. അനുവാദം ചോദിക്കണം. നമ്മൾ നേരത്തെയും പഠിച്ചു മേ കമിൻ. എന്താണത്? അനുവാദം ചോദിക്കുകയാണല്ലേ. അപ്പോൾ നാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചറിനോട് അനുവാദം ചോദിച്ചിട്ടല്ലേ ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ. എങ്ങനെയാണ് അനുവാദം ചോദിക്കുന്നത്? മേ ഐ കമിൻ. ഗുഡ് മോർണിംഗ്സ് ഏതെല്ലാമാണെന്ന് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാം. റെസ്പെക്ട് എവരിവൺ. എല്ലാവരെയും ബഹുമാനിക്കണം. സ്പീക്ക് പൊളൈറ്റ്ലി. മാന്യമായി സംസാരിക്കണം. റെസ്പെക്ട് അവർ നേഷൻ. നമ്മുടെ രാജ്യത്തോട് ബഹുമാനമുള്ളവരായിരിക്കണം. ഹെൽപ്പ് അതേഴ്സ് ആൻഡ് ഷെയർ തിങ്സ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് പങ്കിടുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യണം. സ്മൈൽ അറ്റ് അതേഴ്സ്. മറ്റുള്ളവരെ കാണുമ്പോൾ നാം പുഞ്ചിരി തൂകണം. വെയിറ്റ് ഫോർ യുവർ ടേൺ. നിങ്ങളുടെ ഊഴത്തിനായി കാത്തു നിൽക്കണം. ആസ്ക് പെർമിഷൻ. അനുവാദം ചോദിക്കണം. എവിടെയെങ്കിലും നമ്മൾ പ്രവേശിക്കുമ്പോൾ നാം അനുവാദം ചോദിക്കണം. I will repeat once again. Respect everyone. എല്ലാവരെയും ബഹുമാനിക്കണം. Speak politely. മാന്യമായി സംസാരിക്കണം. Respect our nation. നമ്മുടെ രാജ്യത്തോട് ബഹുമാനമുള്ളവരായിരിക്കണം. Help others and share things. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് പങ്കിടുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യണം. സ്മൈൽ അറ്റ് അതേഴ്സ്. മറ്റുള്ളവരെ കാണുമ്പോൾ നാം പുഞ്ചിരി തൂകണം. വെയിറ്റ് ഫോർ യുവർ ടേൺ. നിങ്ങളുടെ ഊഴത്തിനായി കാത്തു നിൽക്കണം. ആസ്ക് പെർമിഷൻ. അനുവാദം ചോദിക്കണം. എവിടെയെങ്കിലും നമ്മൾ പ്രവേശിക്കുമ്പോൾ നാം അനുവാദം ചോദിക്കണം. റെസ്പെക്ട് എവരിവൺ. All of you say respect everyone. Speak politely. All of you say speak politely. Respect our nation. All of you say respect our nation. Help others and share things. Help others and share things. Smile at others. All of you say smile at others. Wait for your turn. All of you say wait for your turn. Ask permission. All of you say ask permission. Understood? ഇനി നമുക്ക് ഒരു റൈം പഠിച്ചാലോ? എല്ലാവർക്കും റൈം ഇഷ്ടമല്ലേ?
റൈം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? എങ്കിൽ നമുക്ക് ഒരു റൈം പഠിച്ചാലോ? പത്തുപരുമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ, ആമച്ചിട്ടിന് മൊട്ടക്കാരൻ മുയലും കൂട്ടുകാർ. പത്തുപരുമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ, ആമച്ചിട്ടിന് മൊട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഒരു നാളവർ രണ്ടുപേരും പന്തയം വെച്ചു, ഓട്ടപ്പന്തയം വെച്ചു. മലയോരം കാണുവാനായി മത്സരം വച്ചു, തമ്മിൽ മത്സരം വച്ചു. ഇഴയും കാരാമയും പായുന്നൊരു പെൺമുയലും, ഇഴയും കാരാമയും പായുന്നൊരു പെൺമുയലും. പരിപാടിയിലാരാദ്യം സമ്മാനം നേടും. പത്തുപരുമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. പത്തുപരുമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. എല്ലാവർക്കും ഇഷ്ടമായോ? റൈം എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും റൈം പാടി പഠിക്കണം. പിന്നെ ഗുഡ് മോർണിംഗ്സ് ചൊല്ലി പഠിക്കണം. നാളത്തെ ക്ലാസ്സിൽ മിസ് വീണ്ടും വരാം. ബൈ ചിൽഡ്രൻ. ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ ഡിയർ ചിൽഡ്രൻ. വിച്ച് ഓൾ ലെറ്റേഴ്സ് we study? A, B, C, D and E. Today we will learn the new letter F. Letter F sound is F. Letter F sound is F. How to write capital letter F and small letter F? എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ എഫും സ്മോൾ ലെറ്റർ എഫും എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാം. All of you look at the board. Standing line, then sleeping line and another sleeping line. This is capital letter F. I will repeat once again. Standing line വരച്ചു, പിന്നെ സ്ലീപ്പിംഗ് ലൈൻ വരച്ചു, വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈനും കൂടെ വരച്ചു. ക്യാപിറ്റൽ ലെറ്റർ F. Did you know how many sleeping lines are there in capital letter F? 2. There are 2 sleeping lines in capital letter F. How to write in 4 line? 4 ലൈനിൽ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. Standing line, sleeping line and another sleeping line. Capital letter F. Standing line, sleeping line and another sleeping line. Capital letter F. Small letter F എഴുതുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. A small downward curve, then standing line and a sleeping line. This is small letter F. ചെറിയൊരു കർവ് വരച്ചു, പിന്നെ സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, നടുക്കൂടെ ഒരു സ്ലീപ്പിംഗ് ലൈനും വരച്ചു. എന്താണിത്? സ്മോൾ ലെറ്റർ F. Did you know how to write small letter F in 4 line? A small downward curve, then standing line and sleeping line. This is small letter F. A small downward curve, then standing line and sleeping line. This is small letter F. Letter F
Sound is letter F. Sound is. എങ്കിൽ പിന്നെ ഇനി ഒരു സ്റ്റോറി കേട്ടാലോ? കഥ കേൾക്കാം. ഒരിടത്ത് ഒരു കാട്ടിനടുത്ത് ഒരു വീടുണ്ടായിരുന്നു. ഈ വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയ കുളമുണ്ടായിരുന്നു. ഈ കുളത്തിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. പൂക്കൾ എന്താണ്? പൂക്കൾ ഫ്ലവേഴ്സ്. പൂ ഫ്ലവർ. ഈ കുളത്തിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. ഈ വീട്ടുടമസ്ഥൻ തന്റെ വീട്ടുമുറ്റത്തുള്ള കുളത്തിൽ നിറയെ മീനുകളെ വളർത്തിയിരുന്നു. മത്സ്യങ്ങൾ. എന്താണ് മീൻ? ഫിഷ്. ഈ കുളത്തിൽ നിറയെ മീനുകളെ വളർത്തിയിരുന്നു. ഈ മീനുകൾക്ക് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. മീനുകളുടെ കൂട്ടുകാരൻ ആരാ? ഫ്രോഗ്, തവള. ഒരു തവളയും കൂട്ടുകാരനായിട്ട് ഉണ്ടായിരുന്നു. ഈ മീനുകളെ പിടിക്കാനായിട്ട് ഒരു ഫോക്സ്, ഒരു കുറുക്കൻ എല്ലാ ദിവസവും വരുമായിരുന്നു. എപ്പോഴാണ് ഈ കുറുക്കൻ വരിക എന്നറിയാമോ? വീട്ടുടമസ്ഥൻ വെളിയിലേക്ക് പോകുന്ന സമയത്ത്, പുറത്തു പോകുന്ന സമയത്ത് ഒരു ഫോക്സ് എല്ലാ ദിവസവും മീനുകളെ പിടിക്കാനായിട്ട് വരുമായിരുന്നു. പതിവ് പോലെ വീട്ടുടമസ്ഥൻ ഭക്ഷണം ഫോർക്ക് ഉപയോഗിച്ച് കഴിച്ചതിന് ശേഷം പുറത്തേക്ക് പോയി തിരികെ വന്നപ്പോൾ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വീട്ടുടമസ്ഥൻ വാങ്ങിക്കൊണ്ട് വന്നു. ആ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വീട്ടുടമസ്ഥൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. എന്നിട്ട് വിശ്രമിക്കാനായി ഫാൻ ഓൺ ചെയ്തു. ആ സമയത്ത് ഭയങ്കരം ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായി. അപ്പോൾ വീട്ടുടമസ്ഥന്റെ വീടിന് തീപിടുത്തമുണ്ടായി. ഉടൻ തന്നെ വീട്ടുടമസ്ഥൻ ഫയർഫോഴ്സിൽ അറിയിച്ചു. ഫയർഫോഴ്സ് ഫയർ എഞ്ചിനിൽ തീ അണയ്ക്കാനായി എത്തി. അവർ തീയെല്ലാം അണച്ചു. അതിനുശേഷം ഫയർ എഞ്ചിൻ തിരികെ പോയി. വീട്ടുടമസ്ഥൻ തനിക്കൊരു ആപത്തും വന്നില്ലല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിലൂടെ നമ്മൾ ആരെയൊക്കെയാ പരിചയപ്പെട്ടത്? എന്തൊക്കെ പരിചയപ്പെട്ടു? ഏതൊക്കെ കാര്യങ്ങളാണ് നാം പരിചയപ്പെട്ടത്? നമുക്ക് ഒന്നും കൂടെ ഏതൊക്കെയാണ് നാം പരിചയപ്പെട്ടത് നമുക്ക് നോക്കാം. വീട്ടുടമസ്ഥന്റെ കുളത്തിൽ എന്തൊക്കെയാണ് നാം കണ്ടത്? ഫ്ലവർ, പിന്നെ ഫിഷ്. ഫ്ലവറും ഫിഷും ഉണ്ടായിരുന്നു. ഫിഷിന്റെ കൂട്ടുകാരൻ ആരായിരുന്നു? ഫ്രോഗ്. ഫിഷിന്റെ കൂട്ടുകാരൻ ആരായിരുന്നു? ഫ്രോഗ്. ഈ ഫിഷിനെ പിടിക്കാനായിട്ട് ആരായിരുന്നു എല്ലാ ദിവസവും വന്നിരുന്നത്? ഫോക്സ്. ഫിഷിനെ പിടിക്കാൻ വന്നിരുന്നത് ആരായിരുന്നു? ഫോക്സ്. വീട്ടുടമസ്ഥൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എവിടെയാ സൂക്ഷിച്ചു വെച്ചിരുന്നത്? ഫ്രിഡ്ജിൽ. എവിടെയാ സൂക്ഷിച്ചു വെച്ചിരുന്നത്? ഫ്രിഡ്ജിൽ. എന്തുപയോഗിച്ച വീട്ടുടമസ്ഥൻ ഭക്ഷണം കഴിച്ചിരുന്നത്? ഫോർക്ക്. എന്തുപയോഗിച്ച വീട്ടുടമസ്ഥൻ ഭക്ഷണം കഴിച്ചിരുന്നത്? ഫോർക്ക്. എന്ത് ഓൺ ചെയ്താണ് വീട്ടുടമസ്ഥൻ വിശ്രമിക്കാനായിട്ടിരുന്നത്? ഫാൻ. എന്ത് ഓൺ ചെയ്ത് വീട്ടുടമസ്ഥൻ വിശ്രമിക്കാനായിട്ടിരുന്നത്? ഫാൻ. തീപിടുത്തമുണ്ടായപ്പോൾ എന്താണ് സഹായത്തിനായിട്ട് തീയണയ്ക്കാൻ വന്നത്? ഫയർ എഞ്ചിൻ. തീയണയ്ക്കാൻ വന്നത് എന്താണ്? ഫയർ എഞ്ചിൻ. ഇനി നമുക്ക് ടെക്സ്റ്റിലെ വർക്ക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. F for fish. Fish. Fish means മത്സ്യം. F for fan. Fan. Fan means പങ്ക. F for frog. Frog. Frog means തവള. F for fox. Fox. Fox means കുറുക്കൻ. F for flower. Flower. Flower means പുഷ്പം അല്ലെങ്കിൽ പൂവെന്നും പറയും. F for fridge. Fridge. ആഹാര സാധനങ്ങൾ കേടാകാതിരിക്കാനാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. F for fork. Fork. ആഹാര സാധനങ്ങൾ ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കഴിക്കാം. F for fire engine. Fire engine. എവിടെയെങ്കിലും തീപിടുത്തമുണ്ടാകുമ്പോൾ
ഫയർ എഞ്ചിൻ്റെ സഹായത്തോടെയാണ് തീ അണയ്ക്കുന്നത്. എല്ലാവർക്കും പിക്ചേഴ്സ് മനസ്സിലായോ? ഒന്നുകൂടി മിസ് റിപ്പീറ്റ് ചെയ്യാവേ. ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ്. ലെറ്റർ എഫ് സൗണ്ട് ഈസ് ഫ്. ലെറ്റർ എഫ് സൗണ്ട് ഈസ് ഫ്. F for fish, f, fish. F for fish, f, fish. F for fan, f, fan. F for fan, f, fan. F for frog, f, frog. F for frog, f, frog. F for fox, f, fox. F for fox, f, fox. F for flower, f, flower. F for flower, f, flower. F for fridge, f, fridge. F for fridge, f, fridge. F for fork, f, fork. F for fork, f, fork. F for fire engine, f, fire engine. F for fire engine, f, fire engine. എല്ലാവർക്കും പിക്ചേഴ്സ് മനസ്സിലായോ? Let's sing a song. Are you ready? Teddy bear, turn around. Teddy bear, touch the ground. Teddy bear, polish your shoes. Teddy bear, off to school. I will repeat once again. Teddy bear, turn around. Teddy bear, touch the ground. Teddy bear, polish your shoes. Teddy bear, off to school. എല്ലാവർക്കും റൈം ഇഷ്ടമായോ? ഇനി നമുക്ക് ടെക്സ്റ്റിൽ വർക്ക് ചെയ്താലോ? All of you take your text. Standing line, then sleeping line and another sleeping line. Capital letter F. Standing line, sleeping line and another sleeping line. Capital letter F. ഇതുപോലെ ക്യാപിറ്റൽ ലെറ്റർ ഈ ബോക്സുകളിൽ എല്ലാവരും ഡോട്ട് കൂടി എഴുതണം. ഇനി അടുത്തത് സ്മോൾ ലെറ്റർ എഫ് എഴുതാം. Curve and standing line, then sleeping line. A curve, standing line, then another sleeping line. സ്മോൾ ലെറ്റർ എഫ് എങ്ങനെയാണ് എഴുതുന്നത് നമുക്കൊന്നുകൂടെ നോക്കാം. Small downward curve and standing line, then sleeping line. Small downward curve and standing line, then sleeping line. Small letter F. ഈ കുത്തിൽ കൂടി ഈ പേജുകളിൽ എല്ലാവരും എഴുതണം. ഇനി നമുക്ക് കളറിങ് ചെയ്യാം. എല്ലാവർക്കും കളറിങ് ചെയ്യാൻ ഇഷ്ടമല്ലേ? ടേക്ക് പേജ് നമ്പർ 12. ഈ പേജ് എടുക്കുക. കുത്തിൽ കൂടി ആദ്യം ജോയിൻ ചെയ്യണം. കുത്തിൽ കൂടി ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ, ഇഷ്ടമുള്ള നിറങ്ങൾ ഈ ചിത്രങ്ങൾക്ക് കൊടുക്കാം. കളർ ചെയ്തിട്ട് എല്ലാവരും ഗ്രൂപ്പിലേക്ക് ഇടണം. അപ്പോൾ എല്ലാവരും കളർ ചെയ്യുമല്ലോ. എളുപ്പത്തിൽ വേർഡ്സ് പറയാനായിട്ട് പഠിക്കാം. F for fish, F for fan, F for frog, F for fox, F for flower. I will repeat once again. F for fish, F for fan, F for frog, F for fox, F for flower. Understood? മനസ്സിലായോ? ഇതുപോലെ എല്ലാവരും വേർഡ്സ് പറയാനായിട്ട് പഠിക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ്സിന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നേരമായി. അടുത്ത ക്ലാസ്സിൽ മിസ് വീണ്ടും വരാം. ബൈ ചിൽഡ്രൻ. Hi children, good morning. All are safe and happy at home? Safe. Happy? Are you happy? Yes.
Then shall we learn maths? I have already learned to read and write. 1, 2, 3. Let's revise once more. Let's revise this previous lessons once more. Then look here. What is this? What is this? 1. Say all of you. 1. Then what is this? 2. Very good. That is this. 3. Very good. Then can you identify? Miss will shuffle and show you. Miss will shuffle and show you. What is this? 2. What is this? 3. Then what is this? Can you tell me? 1. Then read once more. 1, 2, 3. 1. 1 after. 1 after what comes? 2. 2 after 3. Say one, read once more. 1. 1 after what comes? Tell me. Say all of you. 2. 2 after what comes? 3. Very good. All of us learn to read and write up to 3. Then again we have some activity. Let's do that. Match the following. Circle the number. Shall we do? Yes. Shall we do one activity? Here we are going to do match the following. What do you know? Match the following means one side Miss has given the object and another side Miss has given the numbers. You can count the object and choose the number which is suitable with that object. You can draw the line there. See how many carrots are here? How many carrots are here? Count it. 1, 2. 1, 2. Can you identify the number where there is 2? Here in the middle. Then you can draw a line and match. You can draw the line and join with this object. Understood? This is an egg. How many eggs are there? How many eggs are there? Can you identify? Only one egg is there. You count it. Only one egg is there. Then can you find out the one where there is? See, in last, bottom of the paper, there is 1. You can draw a line and connect the object with this 1. Understood? Then come to the next object. What is this? These are tomatoes. These are tomatoes. How many tomatoes are there? Can you tell me? 3. Very good. 3. Read. Count it once more. 1, 2, 3. Find out the 3. Only 3 is left there to join with this object. It is easy to find out. See the top of the paper, top of the page. Then find out, you can draw a line from 3 to tomato, or 3 connect the object and number. Draw a line and connect the object and number. Understood? Do you like this activity? All are happy with this activity? Tell mummy to give some objects and help you to
do like this. Then you will be thorough with this number. Understood? Then we can do another activity. We have a group of numbers. Can you see? 1, 2, 3. Can you circle the number 3? Can you circle the number 3? Can you circle? Yes, of course you can do. This is number 3. We can circle that. We can circle number 3. Have you seen? Yes. Here again there is one group of numbers. Can you circle the number 1? Number 1, can you circle? Yes. All of us are very easy. See, this is number 1. We have done. We have circled the number 1. See, Miss has another group of numbers. Another group of numbers. 1, 2, 3. Can you circle the number 2? Can you find out the number 2? Find out and circle. Very good. Which is the number 2? This is number 2. Have you done? Yes. See, let's do another activity. See, read the number 1. Is there something? No. What comes here? After 1, 2. Then after 3. Then in between 1 and 3, ഒന്നിൻ്റെയും മൂന്നിൻ്റെയും നടുക്ക് എന്ത് വരും പറയാവോ? Can you tell me? Can you tell me in between 1 and 3? What comes in between 1 and 3? 2. Very good. I have written 2. In between 1 and 3, 2 comes. Understood? See, what is this? What comes after 1? What comes after 1? Today we have learned what comes after 1? 2. 1, 2. We have written here 2. ഇങ്ങനെ എല്ലാവരും അമ്മമാരുടെ കൂടെ ഇരുന്ന് 1 മുതൽ 3 വരെ 1, 2, 3 ഷഫിൾ ചെയ്ത് എഴുതി വായിക്കാനും മമ്മിയോട് പറയണം വായിപ്പിക്കാൻ. മമ്മി ഷഫിൾ ചെയ്ത് എഴുതിയിടും, നിങ്ങളത് വായിക്കണം, തൊട്ട് വായിക്കണം കേട്ടോ. അതുപോലെ മമ്മിയോട് ചോദിക്കണം വാട്ട് കംസ് ആഫ്റ്റർ 2, വാട്ട് കംസ് ഇൻ ബിറ്റ്വീൻ 1 and 3. അങ്ങനെ നിങ്ങൾ കളിക്കണം. മമ്മിയായിട്ട് സമയം കിട്ടുമ്പോൾ ഇരുന്ന് ഇത് പറഞ്ഞ് പറഞ്ഞ് കളിച്ച് പഠിക്കണം. ചെറിയ ചെറിയ കളികളിലൂടെ ഇത് പഠിക്കാൻ പറ്റും. അന്നേരം എളുപ്പമായിരിക്കും കേട്ടോ. വെരി ഗുഡ്. Now we have again some more activity in our textbook. Shall we do? Let's do together. Color, count and write. ആദ്യം കളർ ചെയ്യണം, പിന്നെ കൗണ്ട് ചെയ്യണം, പിന്നെ ഇവിടെ സർക്കിളിൽ കൊടുത്തിരിക്കുന്ന സർക്കിളിൽ എഴുതണം. മിസ്സ് എല്ലാത്തിൻ്റെയും കളർ ചൂസ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ തന്നെ കളർ ചെയ്തോണം വീട്ടിൽ കേട്ടോ. യു ക്യാൻ കളർ യുവർ സെൽഫ് അറ്റ് ഹോം. ടെൽ മമ്മി ടു ഹെൽപ്പ് യു. The color of a tomato? Color of a tomato? Red. You can choose the red color. Then color. Start to color. See. You can fill the tomato with this red color. Miss is not doing. Then after that you can write here 3. How many are there? Count. 1, 2, 3. From here once again start. 1, 2, 3 അല്ലേ? നമ്മൾ എങ്ങനെ എണ്ണിയാലും 3 ആണ് കിട്ടുന്നത്. Then write here answer 3. You can write here answer 3. See, again umbrella is here. This umbrella you can give so many colors. In first portion you can give red color and you can give green color.
Then you can give blue color, blue. Then last portion you can give brown color. Last portion you can give brown color. See, can you identify all the colors? Red, green, then blue and brown. Then tip of this umbrella you can give yellow color. From here to here you can give yellow color. Understood? Then how many umbrellas are here? How many umbrellas are here? Only one umbrella. Then we have to write here 1. We have to write here 1. Understood? See, again another picture. How many? This is banana. This is banana. These are bananas. These are bananas. What is the color of a banana? Yellow color. Yellow color. You can choose the yellow color and give. See, how many bananas are here? How many bananas are here? 2. Count it. 1, 2. 1, 2. Then you can write here 2. Color of a banana, yellow. Then come to the last picture. What are these? What are these? These are strawberries. Strawberries. Color of a strawberry, red. Color of a strawberry, red. Color and fill the strawberry. Understood? Then here you can give green. In this portion you can give green. In this portion you can give green color. Then it will be beautiful. Have you seen? Can you do? After finishing the color, you count it 1, 2, 3. Once more you count 1, 2, 3. Then we can write here number 3. We can write here number 3. Okay, very good. Come, let's do another activity. We have to guide the honeybee to reach their flower. See, numbers are given here. In each flower, numbers are written there. In middle of the flower, there is a numbers are written. Have you seen the numbers? 3, 2, 1. Count the honeybee. First, how many are there? In each set there is 2, 1, 3. First group is 2. First group belongs to 2 honeybees. Find out the way to reach their flower. Shall we do? First group of honeybees 2. Can you find out 2 here? See. The middle flower is 2. Find out the way. From here we can start. Honeybee, 2 honeybees are here. We can start. See how we will come. Come to this way. See. The honeybee is reached their flower. Again, see the next group. How many honeybees are there? 1. How many honeybees are there? 1. Find out the way. See, it is easy. You can come through this way. See. Can you do? Honeybees reach here. Then see the another group, last group. How many honeybees are there? 3. This group belongs to 3 honeybees. Find out the way we can reach their flower. Come.
Finish now. When we draw the line, it will touch each other. Doesn't matter. All are happy with this activity. Today we have done so many activities. All of us are happy. All are happy? Yes. Then shall we wind up today? This is enough for today. Shall we wind up the class? Yes. Okay, bye.